കൂട്ടുകാരെ, രാമലക്ഷ്മണന്മാർ വനവാസകാലത്ത് സമുദ്രതീരത്ത് ഒരു ആശ്രമം കെട്ടി താമസിക്കുമ്പോൾ അഗ്നിദേവൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ശ്രീരാമ, അങ്ങ് അവതരിച്ചിരിക്കുന്നത് രാവണനെ വധിക്കുന്നതിനാണ്. സീത അതിനൊരു കാരണം മാത്രമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ആ രാവണവധത്തിനുള്ള കാലം അടുത്തിരിക്കുന്നു. രാവണൻ വന്ന് സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോകും. അതിനാൽ ഒരു സൂത്രമെടുക്കണം. സീതയെ എൻ്റെ കൈവശം ഏൽപ്പിക്കുക. ഞാൻ ദേവിയെ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളാം. ഇവിടെ ദേവിക്ക് പകരം ഒരു മായാ സീതയെ ഉണ്ടാക്കി നിർത്തിയാൽ മതി. പിന്നെ രാവണവധാനന്തരം സീതയെ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ ദേവിയെ തിരിച്ചേൽപ്പിച്ചുകൊള്ളാം. ഇത് കേട്ട് ശ്രീരാമന് സന്തോഷമായി. അഗ്നിദേവൻ തൻ്റെ യോഗബലം കൊണ്ട് ആകൃതി, പ്രകൃതി മുതലായവയിൽ സാക്ഷാൽ സീതാദേവിക്ക് തുല്യയായ മായാ സീതയെ ഉണ്ടാക്കി രാമനെ ഏൽപ്പിച്ചു. ഈ സംഭവം ലക്ഷ്മണൻ പോലും അറിയാതെ ശ്രീരാമൻ പരമരഹസ്യമായി സൂക്ഷിച്ചു. രാമരാവണ യുദ്ധത്തിൽ രാവണൻ കൊല്ലപ്പെട്ടു. ശ്രീരാമൻ സീതയെ വീണ്ടെടുത്തു. അനന്തരം ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്നതിനായി മായാ സീതയെ അഗ്നിയിൽ പ്രവേശിപ്പിച്ച് ശുദ്ധി വരുത്തുവാൻ ആരംഭിച്ചു. മുൻ കരാർ അനുസരിച്ച് സാക്ഷാൽ സീതാദേവിയെ അഗ്നി ഭഗവാൻ ശ്രീരാമന് കൊടുത്തു. മായാ സീത ഉടൻ തന്നെ ശ്രീരാമൻ്റെയും അഗ്നി ഭഗവാന്റെയും ഉപദേശമനുസരിച്ച് പുണ്യതീർത്ഥമായ പുഷ്കരത്തിൽ പോയി തപസ് ചെയ്തു തുടങ്ങി. 3 ലക്ഷം ദിവ്യ സംവത്സരങ്ങൾക്ക് ശേഷം മായാ സീത സ്വർഗലക്ഷ്മിയായി തീർന്നു. ഈ സ്വർഗലക്ഷ്മിയാണ് അനന്തരകാലത്ത് പാഞ്ചാല രാജാവിൻ്റെ യജ്ഞകുണ്ടത്തിൽ നിന്ന് ജനിച്ച് പാണ്ഡവന്മാരുടെ ഭാര്യയായ പാഞ്ചാലിയായി തീർന്നത്.